ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്തരം വീഡിയോ കാണുന്ന സമയത്ത് പെട്ടെന്ന് അതുവരെ ഒരു പ്രോബ്ലം ചിന്തിക്കാത്ത ചില ആളുകൾ പെട്ടെന്ന് അയ്യോ ഇതൊരു വാസ്തു പ്രശ്നമായിരുന്നു, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അപ്പോൾ ചിലർക്ക് അത് ബുദ്ധിമുട്ട് വരുന്ന ഒരവസ്ഥ വരും. അത് മാറ്റാൻ പറ്റില്ല, നോർത്ത് ഈസ്റ്റിലെ സ്റ്റെയർ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ അപ്പം ഞാൻ അതിനു വേണ്ടി ചില പരിഹാരങ്ങൾ പറയാം. ഹായ്, നമസ്കാരം. വാസ്തുഗ്രഹത്തിൻ്റെ മറ്റധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ഈ അധ്യായത്തിൽ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റോങ് പ്ലേസ്മെൻറ്റ് ഓഫ് സ്റ്റെയർ കേസ്. നമ്മളെപ്പോഴും പറയും സ്റ്റെയർ കേസ് എന്ന് പറയുന്നത് സൗത്ത് സെക്ടറിൽ, സൗത്ത് വെസ്റ്റ് സെക്ടറിലൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. നോർത്ത് ഈസ്റ്റ് സെക്ടറിൽ കൊടുക്കുന്നത് ഒരു വലിയ വാസ്തു ഡിഫക്റ്റ് ആയിട്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ഈ ഞാൻ പറഞ്ഞിട്ടുള്ളതെന്ന് മാത്രമല്ല, ഇതൊരു വാസ്തു അടിസ്ഥാനപരമായിട്ടുള്ളൊരു നിയമമാണ്. നോർത്ത് ഈസ്റ്റ് സെക്ടറിൽ സ്റ്റെയർ കൊടുക്കരുത് എന്ന് പറയുന്നത്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് സെക്ടറിൽ സ്റ്റെയർ വന്നുപോയി. ചിലപ്പോൾ നമ്മൾ ഇത്തരം വീഡിയോകളൊക്കെ കാണുമ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്തരം വീഡിയോ കാണുന്ന സമയത്ത് പെട്ടെന്ന് അതുവരെ ഒരു പ്രോബ്ലം ചിന്തിക്കാത്ത ചില ആളുകൾ പെട്ടെന്ന് അയ്യോ ഇതൊരു വാസ്തു പ്രശ്നമായിരുന്നു, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അപ്പോൾ അതിൽ ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ നിങ്ങൾ പെട്ടെന്ന് പാനിക്കാവരുത്. ഇപ്പോൾ ഇത്തരം ഒരു പ്രോബ്ലം നമ്മൾ പറയുമ്പോൾ ഒരു ജനറലൈസ്ഡ് ആയിട്ട് ഫ്യൂച്ചറിൽ വീട് വയ്ക്കാൻ ആഗ്രഹമുള്ളവർക്കും അല്ലെങ്കിൽ വീടിനെ കറക്ഷൻ ചെയ്യാനൊക്കെ പറ്റുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ചിലർക്ക് അത് ബുദ്ധിമുട്ട് വരുന്ന ഒരവസ്ഥ വരും. അത് മാറ്റാൻ പറ്റില്ല, നോർത്ത് ഈസ്റ്റിലെ സ്റ്റെയർ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ അപ്പം ഞാൻ അതിനു വേണ്ടി ചില പരിഹാരങ്ങൾ പറയാം. ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, നോർത്ത് ഈസ്റ്റിലെ സ്റ്റെയർ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈറ്റ് കളറുള്ള ടൈൽസോ മാർബിളോ നിങ്ങൾ ആ സ്റ്റെയർ കേസിൽ ഇടുക. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, നോർത്ത് ഈസ്റ്റ് സെക്ടറിൽ നല്ല രീതിയിൽ ഓപ്പണിങ്സ് ഉണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ എൻഷുർ ചെയ്യുക. നല്ലൊരു കാറ്റും വെളിച്ചവും വരുന്ന രീതിയിൽ നോർത്ത് ഈസ്റ്റ് സെക്ടറിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് രണ്ടാമത്തെ പോയിന്റ്. ഈ നോർത്ത് ഈസ്റ്റ് സെക്ടറിൽ നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും കടന്ന് എത്തുന്നത് പോലെ തന്നെ നമുക്ക് വേറൊരു സൊല്യൂഷൻ പറയാൻ പറ്റുന്നത് വുഡൻ സ്റ്റെയർ കേസ്, വുഡൻ പാനലിംഗ് നമ്മൾ സ്റ്റെയറിന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇത്തരം നോർത്ത് ഈസ്റ്റ് സ്റ്റെയറിൻ്റെ ഡിഫക്റ്റുകൾ നമുക്ക് കുറയും. നോർത്ത് ഈസ്റ്റ് സെക്ടറിൽ സ്റ്റെയർ വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് സ്ത്രീകൾക്കാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾ കുറച്ചുകൂടി സ്പിരിച്വലി പവർഫുള്ളായി മാറേണ്ട ഒരു ആവശ്യകതയും ഉണ്ട്. അത്തരം വീടുകളിൽ പ്രാർത്ഥനയും കാര്യങ്ങളും കൂടുതൽ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്ത്രീകൾ ചെയ്യണം എന്നുള്ളതും ഒരു വാസ്തു നിർദ്ദേശമാണ്. ഇത്രയും പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കേണ്ട മറ്റൊരു നല്ല വീഡിയോയുമായി നിങ്ങൾ മുന്നിൽ എത്തുന്നവരെ നന്ദി, നമസ്കാരം.